ഹായ് ഗായ്സ്, ഗെയിമിംഗ് വെക്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് GTA Vice City ആയിട്ട് വന്നേക്കാണ് ഗൈസ്. നമ്മൾ ഇന്ന് GTA Vice Cityയിൽ 6 സ്റ്റാർ വാർഡ് ലെവലാവാൻ വേണ്ടി നോക്കണം. അപ്പം നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോ കിടക്കാം. ആദ്യം നമുക്ക് ഇറങ്ങിയിട്ട് ടാങ്ക് വരുത്താൻ വേണ്ടി ചീറ്റടിക്കാം ഗൈസ്. ഓ ലെറ്റ്സ് ഹിയർ വി ഗോ. ടാങ്ക് വന്നു ഗൈസ്. നമുക്കിനി പരിപാടി തുടങ്ങാം. നമ്മളിന്ന് മാക്സിമം 6 സ്റ്റാർ വാണ്ടഡ് ലെവലാക്കാനുള്ള വഴികളൊക്കെ നോക്കാൻ വേണം. നമുക്ക് ആദ്യം ഈ സിറ്റി മുഴുവൻ നമുക്ക് കത്തിക്കാം. ഓ പുകച്ചളയാ നമുക്ക് സിറ്റി മുഴുവൻ. എല്ലാവരും നശിപ്പിക്കും. പുകച്ചളയും എല്ലാവരും ഒക്കെ പൊട്ടിക്കും. ഇതുവരെ നമുക്ക് 1 സ്റ്റാർ വാണ്ടഡ് ലെവൽ ഒരായിട്ടില്ല ഗൈസ്. എന്താണ് പോലീസൊക്കെ നമ്മളെ കണ്ട് പേടിച്ചു. ഇതുവരെ ഒരു സ്റ്റാർ പോലും വന്നിട്ടില്ല ഇത്ര പൊട്ടിച്ചിട്ട്. കിട്ടി ഗൈസ്, 2 സ്റ്റാർ കിട്ടി. പറഞ്ഞുള്ളൂ സ്റ്റാർ കിട്ടി. ഓ അപ്പോൾ നമുക്ക് പെട്ടെന്ന് 6 സ്റ്റാർ വാണ്ടഡ് ലെവലാക്കാനുള്ള വഴികളൊക്കെ നോക്കാം. നിങ്ങൾ ഇതുവരെ വീഡിയോ കാണുന്ന നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. കാരണം പകുതി പേര് വീഡിയോ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ്. നിങ്ങളെന്താണ് ഗൈസ് ഇങ്ങനെ ചെയ്യണത്? സബ്സ്ക്രൈബ് ചെയ്യും. നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടാനുള്ള ചീറ്റടിക്കാം. ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ചത്തുവാനുള്ള ചാൻസ് ഉണ്ട്. ഗൈസ് ചീറ്റൊക്കെ അടിച്ച് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കൊരു സ്റ്റാർ കൂടെ കിട്ടി. 3 സ്റ്റാർ വാണ്ടഡ് ലെവലായി. നമുക്കെല്ലാവരും പൊട്ടിച്ചുകൊണ്ടേയിരിക്കാം ഗൈസ്. എല്ലാവരും പടക്കം പൊട്ടണം. ഓ ഹെലികോപ്റ്ററൊക്കെ വന്ന് ഗൈസ്. സൈഡിൽ ഹെലികോപ്റ്ററൊക്കെ ഉണ്ട്. ബാക്കിലൊക്കെ ഫുള്ള് പോലീസാണ്. ഓ മേളിലൊക്കെ ഹെലികോപ്റ്റർ. പിന്നെ ടാങ്കിൽ വന്നിരിക്കണ എല്ലാ വണ്ടിയും പൊട്ടിത്തെറിച്ച് പോകണ്ട. അതെന്താണെന്ന് എനിക്കറിയില്ല. മിസൈൽ വേണ്ട ആവശ്യമില്ല. കാരണം എല്ലാം പൊട്ടിത്തെറിച്ച് പുകഞ്ഞു കൊണ്ട് ഇതിൻ്റെ അവസാനം എന്താവുമെന്ന് എനിക്ക് പോലും അറിയില്ല. 5 സ്റ്റാർ വാണ്ടഡ് ലെവലായി നമുക്ക്. അപ്പോൾ നമുക്ക് 6 സ്റ്റാർ വാണ്ടഡ് ലെവലായിട്ട് പെട്ടെന്ന് കാണാവുന്നതാണ്. അതുവരെ അല്ലെങ്കിൽ വീഡിയോക്ക് ലെങ്ത് കൊടുക്കും. അതാണ്. അപ്പോൾ ഗൈസ് നമുക്ക് 6 സ്റ്റാർ വാണ്ടഡ് ലെവൽ കിട്ടിയിരിക്കുകയാണ്. നമ്മൾ കണ്ണി കണ്ട സ്ഥലത്തോട്ടൊക്കെ ഓടിച്ചിട്ടുണ്ട്. ഫുള്ള് ടാങ്കും പട്ടാളവും പോലീസൊക്കെ നമ്മളെ പറയുന്നുണ്ട്. വലിയ ഹെലികോപ്റ്റർ നമ്മളെ പൊട്ടിക്കാനായിട്ട് വേറെ ടാങ്കുകളെയൊക്കെ വരുവാണെന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലോട്ട് ഓടിച്ചേറ്റാൻ പറ്റുമെന്ന് നോക്കട്ടെ. കയറത്തില്ല. നമുക്ക് നൈസായിട്ട് ഇറങ്ങിപ്പോവാം. അത് നല്ലത്. ഞാനോട്ട് കയറണ ലക്ഷണമില്ല. ഇറങ്ങിച്ചെന്ന് ഫൈറ്റ് ചെയ്യാം. ആരെയും കാണാനില്ല. സൈഡ് ആൾക്കാരെയൊക്കെ നമ്മൾ നൈസായിട്ട് അരച്ച് കളയുന്നുണ്ട് സൈഡിൽ. ഇതുവരെ ആരും കാണാനില്ല ഇവിടെയൊന്നും. 6 സ്റ്റാർ വാണ്ടഡ് ലെവലായി നമുക്ക് ആക്ച്വലി. നമുക്ക് നൈസായിട്ട് ഓടിച്ച് പോവാം. ഓ എല്ലാത്തിനും പൊട്ടിച്ചാണ്. പിന്നെ ഇത് ഡെഫിനറ്റീവ് എഡീഷനാണ്. അതായത് ഇത്രയും ഗ്രാഫിക്സ്. നമ്മളെ പൊട്ടിക്കാനായിട്ട് കുറേ ടാങ്കുകളൊക്കെ വന്നിട്ട് സൈഡിൽ കുറേ ടാങ്കുകളൊക്കെ ഉണ്ട്. നമുക്ക് നൈസായിട്ട് അവരെയൊക്കെ പൊട്ടിച്ച് കളയാൻ നോക്കാം. പറ്റോ നോക്കാം. ഇത്രേ ഉള്ളൂ. സൈഡിലൊക്കെ ടാങ്കുകളൊക്കെ ഉണ്ട്. അവരുടെ മേത്ത് കൊള്ളാനില്ല ഗൈസ്. വേറെ പ്രശ്നം അതാ. മേത്തേക്ക് കൊള്ളാനില്ല. അപ്പോൾ നമ്മളവർ തള്ളി സൈഡിലോട്ട് കൊണ്ടുവന്ന് പുഴയിലോട്ട് വീണാൽ പിന്നെ ഇതിനകത്തേക്ക് പുഴയിലോട്ട് വീണ് കഴിഞ്ഞാൽ നമ്മൾ ചത്തുപോകും. നീന്താണ്ട കഴിവൊന്നും ഇതിൽ ചറക്കനില്ല. നമ്മളവർ നൈസായിട്ടുള്ള അതിലോട്ട് ഇടിച്ച് കയറ്റി ഗൈസ്. അവരാഴ്ച ഇവിടെ വഴി ഉണ്ടാവാതെ അത് ഓടിച്ച് കയറ്റിയത് പെട്ടുപോയി. ഇപ്പം ഇറങ്ങിക്കഴിഞ്ഞാൽ പുഴയിലോട്ട് വീഴുക അല്ലെങ്കിൽ വെടി കൊണ്ടില്ല. നൈസായിട്ട് ഇവരെ പൊട്ടിക്കാൻ പറ്റുമെന്നില്ല. പക്ഷേ ചിലപ്പോൾ രക്ഷപ്പെടാൻ പറ്റും. വെടി വെച്ചിട്ടൊന്നും പൊട്ടാൻ ലക്ഷണമില്ല. വെടി അത് നേരായ വെടി വെക്കണം. വെടി വെച്ചിട്ടൊന്നും നടക്കണില്ല. വെടി വെച്ച് നോക്കാം. ഗൈസ് നമ്മൾ വെടി വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി കുറേ നേരം നമ്മൾ കടന്ന് വെടി വെക്കണത്. കുറച്ചൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. അവസാനം നമ്മൾ പുറത്തോട്ട് ഇറങ്ങി നമ്മൾ സറണ്ടർ ആവാൻ വേണ്ടി. സറണ്ടർ ആവില്ല. അവരുടെ മുമ്പിൽ സറണ്ടർ ആവണേക്കാൾ നല്ല പോയി ചാടിച്ചതാണ്. നമ്മൾ അതും പറഞ്ഞ് പുഴയിലോട്ട് ചാടാൻ നിൽക്കണം. സ്റ്റെക്കായിപ്പോയി.